നമസ്കാരം. ഞാൻ വിജയൻ വിന്യാസായാനേടി. ഞാനിപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. പരിപാടിയിലേക്കാണ്. നമ്മുടെ വീട്ടിലെ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെ ഞാൻ ചിക്കനെ കഴുകി അതിനെ പിന്നെ ഫ്രഷായിട്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ചിക്കനകത്ത് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എല്ലാം പുരട്ടി ചിക്കൻ ഒരിടത്ത് മാറ്റി വെച്ചിട്ട് ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുക്കാൻ വേണ്ടിയുള്ള ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ പിന്നെ ഇപ്പൊ കടുക് ഇടുകയാണ്. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കഴിഞ്ഞ് കരിയാപ്പില ഇടാനുള്ള ശ്രമത്തിലാണ്. ഇതാണ്ട് ചിക്കൻ ഞാൻ അതിൽ എണ്ണ ഒഴിച്ച് വെച്ചേക്കളോട് പറഞ്ഞില്ല, അത് പുരട്ടി അവിടെ വെച്ചത് കഴിഞ്ഞ് ഞാൻ അപ്പൊ കടുകൊക്കെ ഇട്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്ലാസ്സിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് എണ്ണയ്ക്കകത്തോട്ട് ചതച്ച് ആ എണ്ണയ്ക്ക് കടുകിന്റെ കൂടെ വരട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ചിക്കൻ കറിക്ക്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് ആദ്യം ഒന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സവാള അതിനകത്ത് ഇടാവും. ആദ്യം ഇത് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പിന്നീട് മാത്രമേ നമ്മൾ സവാള അതിനകത്തോട്ട് ഇടാവൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്കൊരു പ്രത്യേകത. സവാള ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇച്ചിരി ഉപ്പൂടി ഇടണം സവാളയ്ക്കകത്ത്. എന്നെങ്കിലേ പെട്ടെന്ന് അത് വരണ്ട് ഈ കളറ് പെട്ടെന്ന് മാറത്തുള്ളൂ, വാടത്തുള്ളൂ. പിന്നെ ചിക്കൻ പുരട്ടി വെച്ചേക്കുന്ന രംഗമാണ്. ആ ചിക്കൻ സവാള വരണ്ട് കഴിഞ്ഞ് അതിനകത്ത് ചിക്കനിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴയ്ക്കുകയാണ്, മിക്സഡ് ആവാൻ വേണ്ടി. ഈ എണ്ണയ്ക്കകത്തും സവാളയ്ക്കകത്തും ഈ മസാലകളെല്ലാം വെച്ച് വരട്ടിയെടുത്ത് പിന്നെ എന്ത് മനോഹരമായിട്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്ക്. ചിക്കൻ കറിയുടെ ഇത് കണക്കുള്ള ചിക്കൻ കറി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആ അഴക് നിങ്ങളൊന്ന് നോക്ക്. അത് ഞാൻ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിക്കൻ ആദ്യം കഴുകി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കുന്നത്, വെറും ചിക്കനകത്ത് എണ്ണ ഒഴിക്കുക. ഞാൻ ചട്ടിക്കകത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ പൊടി, അതുകൊണ്ടൊക്കെ തന്നെ പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് പുരട്ടി വെക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഈ കടുക് വറുക്കാനായിട്ട് വന്നത്. അപ്പം വീട്ടിലെ ഏത് കാര്യവും നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഒരു ജോലി മാത്രം ചെയ്യുക എന്നുള്ളതല്ല. വീട്ടിലിപ്പോൾ ആരും ഇല്ലെങ്കിലും ഏതൊരു കാര്യവും ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വീട്ടിലാക്കി കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകണം, രണ്ടുപേരും അവരെ വെളുപ്പിനെ എണ്ണിച്ച് അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങളൊക്കെ ഒപ്പിക്കുന്ന പരിപാടിയാണ് എനിക്ക് രാവിലെ ഉള്ളത്. 5 മണിക്ക് 4:45 എണ്ണിക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവരെ രണ്ടുപേരെ സ്കൂളിൽ കൊണ്ടുവിട്ട് ഈ ആഹാരങ്ങളൊക്കെ വെച്ച് കൊടുത്താണ് അവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അവരെ ആഹാരമൊക്കെ ആയിട്ടാണ് പോകുന്നത്. എനിക്ക് കൂടുതൽ ചിക്കൻ കറിയും ബീഫ് കറിയും മീൻ കറിയൊക്കെ വെക്കാൻ വലിയ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. നമുക്ക് ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞിരിക്കത്തില്ല. ഇതെല്ലാം പഠിച്ചെടുക്കുന്ന കാര്യമൊന്നുമല്ല, നമ്മളങ്ങ് ചെയ്ത് ഓരോ ടേസ്റ്റിൽ അവർക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഈ കറിയൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ. എന്തോ ഞാനെന്നൊക്കെ പറയുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു കറി കൂട്ടാൻ നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളതിന് എന്നെ ക്ഷണിച്ചാൽ ഞാൻ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറി വെച്ച് തരാം. അത് വെച്ച് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ വിളിച്ച് ചിക്കൻ കറി ഒന്ന് വെച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ് വെച്ച് തരാം. പക്ഷേ അതിനൊക്കെ എനിക്ക് സമയം കൂടെ വേണം. ഇതുകൊണ്ടൊക്കെ കറി വെച്ച് തരാൻ എനിക്ക് സമയം കൂടെ വേണം.